തമിഴ്നാട് വീണ്ടും ഇന്നലെ ചർച്ച ചെയ്തതുപോലെ തമിഴ്നാട് സ്വയംഭരണത്തിലേക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുന്നു. ഇന്നിപ്പോൾ വന്നിരിക്കുന്നു പുതിയ വാർത്ത, തമിഴ്നാട്ടിൻ്റെ എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങൾക്കും തമിഴ് ഭാഷ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്തിനേറെ ഒപ്പുവരെ തമിഴിലിടാമെന്നുള്ള തീരുമാനത്തിലാണ് DMKയും സ്റ്റാലിനും. എങ്ങനെയാണ് നോക്കിക്കാണുന്നതിനെ? തീർച്ചയായും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ് എന്ന് പറയുന്നത് ഒരു വളരെ പഴക്കം ചെന്ന ഭാഷയാണ്. അതിന് ഒരുപാട് പ്രത്യേകതകൾ തമിഴിനുണ്ട്. തമിഴ് നമുക്ക് ബഹുമാനിക്കുന്ന ഒരു ഭാഷയാണ്. തമിഴ്നാട്ടുകാരെ എല്ലാം നമുക്ക് ആ ഒരു രീതിയിലേ കാണാൻ കഴിയുള്ളൂ. ഏതായാലും സർക്കാർ ഉത്തരവുകളെല്ലാം തമിഴിൽ, ഔദ്യോഗിക ആശയവിനിമയങ്ങളെല്ലാം തമിഴിലാക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നു. നരേന്ദ്രമോദി ഒരിക്കൽ സന്ദർശിച്ച സമയത്ത് ഇത്തരത്തിൽ പറഞ്ഞിരുന്നു, എന്താണ് ഇവിടെ തമിഴിൽ ഒന്നും, അതായത് തമിഴിലേക്ക് ഒന്നും വരാത്തത് എന്താണ് എന്ന് പരിഹസിക്കുന്ന രീതിയിലായിരുന്നു. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഔദ്യോഗിക കത്തുകളിൽ ഒന്നും തമിഴ് ഉപയോഗിക്കുന്നില്ലെന്നും ആരും ഒപ്പുകൾ പോലും തമിഴിൽ ഇടുന്നില്ലെന്നും പറഞ്ഞ് പ്രധാനമന്ത്രി അടക്കം പരിഹസിക്കുന്നൊരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും തമിഴ്നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾക്കുള്ള സമയമാണിപ്പോൾ. രാഷ്ട്രീയപരമായും അതോടൊപ്പം തന്നെ ഭരണപരമായും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വയംഭരണാവകാശം അതോടൊപ്പം തന്നെ അണ്ണാമലയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നു. BJPയുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട്, തമിഴ്നാട്ടിൽ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ മോദി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് തമിഴ്നാട് ജനതയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഏതായാലും ജീവനക്കാർ തമിഴിൽ തന്നെ ഒപ്പിടണമെന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് തമിഴിൽ ലഭിക്കുന്ന കത്തുകൾക്ക് തമിഴിൽ തന്നെ മറുപടി നൽകണമെന്നുള്ളൊരു ഉത്തരവും വന്നിരിക്കുന്നു. സർക്കാർ ഓഫീസുകളിൽ തമിഴ് ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്ന നിർബന്ധമാക്കുന്ന നിലവിലെ വ്യവസ്ഥകളും ഉത്തരവുകളും അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, സെക്രട്ടറിമാർ, സെക്രട്ടേറിയറ്റിലെ വകുപ്പുകൾ, കളക്ടർ, വകുപ്പ് മേധാവികൾ എന്നിവരെ കത്തിലൂടെയാണ് ഇത് ഓർമ്മിപ്പിച്ചത്. നിലവിൽ ഇംഗ്ലീഷിലുള്ള കത്തുകളും സർക്കാർ ഉത്തരവുകളും തമിഴിലേക്ക് വിവർത്തനം ചെയ്യും. ഇനി അവിടുത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കുറേ നിർണായകമായ ദിവസങ്ങളാണ് വേണ്ടി വരുന്നത്. കാരണം ഇതൊക്കെ തന്നെ ഇനി തമിഴിലേക്ക് വിവർത്തനം ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 6-ന് പാമ്പൻ പാലം ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിന്നുള്ള ഔദ്യോഗിക കത്തുകളിൽ തമിഴ് ഉപയോഗിക്കുന്നില്ലെന്നും ആരും ഒപ്പുകൾ പോലും തമിഴിലിടുന്നില്ലെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നടപടിയൊക്കെ വരുന്നത്. ഏതായാലും തമിഴ് എന്ന ഭാഷയെ എല്ലാവരും നെഞ്ചോട് ചേർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ ഭാഷയ്ക്ക് അത്രയധികം പ്രത്യേകതകളുണ്ട്. ഭാഷയ്ക്ക് ഒരുപാട് പറയാനുണ്ട് ഭാഷയെക്കുറിച്ച്. പ്രിയൻ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തമിഴ് ഭാഷ എന്ന് പറയുന്നത് വളരെ പാരമ്പര്യമുള്ള, നീണ്ട പാരമ്പര്യമാണ്. നമ്മുടെ ക്ലാസിക് ലാംഗ്വേജുകളായിട്ട് മലയാളവും തമിഴും തെലുങ്കും കന്നഡയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ തമിഴ് എന്ന് പറയുന്ന ഭാഷയ്ക്ക് കുറച്ചുകൂടെ ആഴവും പരപ്പുമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരമ്പര്യമാണ്. നീണ്ട മലയാളത്തിന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട് ഈ പറയുന്ന 2000 വർഷത്തിന് അല്ലെങ്കിൽ 1000 വർഷത്തിന് മേലെയുള്ള പഴക്കമൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നുമൊക്കെ ഉരുവായി വന്ന ഭാഷയാണ്. തമിഴ് ജന്യവാദവും സംസ്കൃത ജന്യവാദവും ഒക്കെ മലയാള ഭാഷയെ പറ്റിയിട്ടുണ്ടെങ്കിലും തമിഴ് ആദി മലയാളം അങ്ങനത്തെ ഭാഷയിൽ നിന്ന് ഉരുവായിട്ടാണ് മലയാളം വന്നത് എന്നൊരു വാദമുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വാദമുണ്ടെങ്കിൽ തമിഴിന് ഈ പറയുന്ന വാദങ്ങൾ എന്നാലും സ്വതന്ത്ര ഭാഷയാണ്. മറ്റൊരു ഭാഷയിൽ നിന്നും ഉരുവായി വന്നതോ ഇല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനമോ ഒന്നുമുള്ള ഭാഷയല്ല, സ്വതന്ത്ര ഭാഷയാണ്. കാരണം ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ സ്വാധീനം ഒരുപാട് മലയാളത്തിനുണ്ട്. പക്ഷേ തമിഴ് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അക്ഷരങ്ങൾ ഒരു 100-500 കൊല്ലം മുമ്പുള്ള അക്ഷരങ്ങളും ഇപ്പോഴത്തെ അക്ഷരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്കങ്ങനെയല്ല. നമുക്ക് എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയ ശേഷം ഭാഷ നമ്മൾ കൈരളിയുടെ കഥ എന്ന് പറയുന്ന പുസ്തകത്തിനകത്തൊക്കെ കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ഭാഷ അങ്ങനെ ഉരുവപ്പെട്ടു വന്നതാണ് നമ്മുടെ ഭാഷ. അത് കൃത്യമായി ചിട്ടയോടുകൂടി അതിനെ പരിപാലിച്ച് നിർണയിച്ച് കൊണ്ടുവന്ന് ആ ഭാഷ വളർന്നു വന്നു. പക്ഷേ തമിഴ് അങ്ങനെയല്ല. തമിഴ് കാലങ്ങളെടുത്ത് അത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ ഭാഷയാണ്. അത് ഇപ്പോൾ പഴയ തമിഴ് ഒരു 1000 വർഷം പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ആ തമിഴ് വായിക്കാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. ചെന്തമിഴ് അതുപോലെ തന്നെ അതിന് മുമ്പുള്ള വളരെ പുരാതനമായിട്ടുള്ള തമിഴ്. പക്ഷെ അതുപോലെ തന്നെ ഇതിൻ്റെ സംഭാവനകളും അത്രയേറെ വലുതാണ്. ഇപ്പം നമുക്കറിയാം മലയാളത്തിലെ പഴയ കൃതികളും കാര്യങ്ങളും സംഘകാലത്തിലൊക്കെ ഉള്ള കൃതികളൊക്കെ ഉണ്ടെങ്കിലും ഒരു വിജ്ഞാന കലവറ കൂടെ സംസ്കൃതം എപ്രകാരം നമുക്ക് വലിയൊരു വൈജ്ഞാനിക പാരമ്പര്യം സംഭാവന ചെയ്യുന്നു, അതേ പ്രകാരത്തിൽ തന്നെ തമിഴിലും ഈ ഒരു പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഔഷധങ്ങളുടെ കാര്യത്തിലായാലും ചികിത്സയുടെ കാര്യത്തിലായാലും നൃത്യം, സാഹിത്യം,
ഈ കവിതകൾ തുടങ്ങി എല്ലാ കലയിലും എന്തിനേറെ ശില്പകലയ്ക്ക് പോലും തമിഴിൻ്റേതായ തനത് സംസ്കാരവും അതിൻ്റെ ആ ഭാഷയിൽ തമിഴ് ഭാഷയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളുമുണ്ട്. അതായത് മരുന്നുകൾ പോലും അത്തരത്തിൽ എന്തൊക്കെ ഉപയോഗിക്കണമെന്നുള്ള പഴയ ഔഷധക്കൂട്ടുകളെ പറ്റിയിട്ടൊക്കെയുള്ള തമിഴ് പുസ്തക ഗ്രന്ഥങ്ങൾ. നമുക്ക് ആയുർവേദം തന്നെയാണ് നമ്മൾ അന്ന് പിന്തുടരുന്നത്. പിന്നെ നാട്ടറിവുകളായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുണ്ട്. പക്ഷേ തമിഴിന് അങ്ങനെയല്ല. തമിഴിന് വിശാലമായ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തമിഴ് രാഷ്ട്രീയത്തിന് ഒരു തമിഴൻ്റെ മനസ്സിൽ ആ ഭാഷയ്ക്കുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ രക്തത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് അവൻ്റെ ഭാഷ. അത്രയേറെ നമ്മൾക്ക് മലയാളികൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകും. അപ്പോൾ അത്ര വലിയ ഭാഷാപ്രേമമൊന്നുമില്ല. പക്ഷെ തമിഴൻ അവൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്. അത്രമേൽ പ്രിയപ്പെട്ട ഭാഷയായതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ആ ഭാഷ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യും. ആ ഭാഷയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൻ്റെ ഫലത്തിലാണ് മോദി വന്ന് ആ രാഷ്ട്രീയം കൃത്യമായി ഉപയോഗിക്കുന്നതും അത് സ്റ്റാലിനൊരു ജാള്യത ഉണ്ടാക്കുകയും ഇങ്ങനൊരു ഉത്തരവിറക്കുകയും ചെയ്തു. എവിടെ നമ്മളുടെ നാട്ടിൽ ഭരണഭാഷ മലയാളമാണല്ലോ, നമ്മൾ ഒരു ഉത്തരവിറക്കിയിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് വിവാദമായിട്ടുമില്ല. കാരണം സ്വാഭാവികമാണത്, നമ്മുടെ ഭാഷ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഭാഷയുടെ കാര്യത്തിലേക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ഏത് ഭാഷ ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ഈ ലിസ്റ്റഡ് ലാംഗ്വേജിൽ ഏത് എഴുതി കൊടുത്താലും ശരി തന്നെ അതിന് മറുപടി കിട്ടും. കേരളത്തിന്റെ നിയമസഭയിൽ പോലും അംഗങ്ങൾ തമ്മിൽ ഹിന്ദിയിൽ സംസാരിച്ചതിന്റെ വീഡിയോ കൊണ്ട് ഒരു അംഗം ഒരു ചോദ്യം ചോദിക്കുകയും മറുപടിയായിട്ട് ചെന്നിത്തല ഹിന്ദിയിൽ മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടവും കൂടെ കേരളത്തിന് ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. തമിഴ്നാട്ടിൽ ഈ പറയുന്ന പോലെ അല്ല, ഭാഷയ്ക്ക് വലിയ അത് ഈ താളിയോലകളിലും ഈ നമ്മളിപ്പം തഞ്ചാവൂരൊക്കെ ഓരോ നാഡീജ്യോതിഷവുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ ഓലകൾ അതൊക്കെ വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. അതിൽ അന്നത്തെ കാലത്ത് പോലും എഴുതി വെച്ചിട്ടുള്ള ആ ഭാഷ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇല്ലേ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ എട്ടുപാട്ട് അതുപോലെ ഈ സംഘകാലഘട്ടത്തിലുള്ള കൃതികളൊക്കെ ഉണ്ട്. പുറനാനൂറ്, അകനാനൂറ് ഇതുപോലുള്ള കൃതികളൊക്കെ. അതിലൊക്കെ ഈ പറയുന്ന നമ്മുടെ ഭൂപ്രകൃതി പോലും കൃത്യമായിട്ട് ഐന്ധനകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ അങ്ങനെ നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അതിനകത്ത് കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തുകയും എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് തമിഴിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. അത് എല്ലാ കാര്യങ്ങളെയും അത് വലിയ പാരമ്പര്യമാണ്. ഈ ചോളന്മാരുടെയൊക്കെ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ പാരമ്പര്യം. ഇന്തോനേഷ്യ വരെ പരന്നു കിടന്ന സാമ്രാജ്യമാണ് എന്നുള്ളതാണ്. സ്വന്തമായിട്ട് നേവി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പോലും ആധുനിക കാലഘട്ടത്തിലൊക്കെയാണ് ഈ പറയുന്ന വലിയ നേവി, ശക്തമായ നേവി ഉണ്ടാക്കുമ്പോൾ അതിലും കരുത്തുറ്റ നേവി ഈ ചോളന്മാർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. രാജേന്ദ്ര സെക്കൻഡിനെ, രാജേന്ദ്ര രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിനെ, ചോള രാജാവിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഗംഗൈകൊണ്ട ചോളൻ എന്നാണ്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സ്ഥലം തന്നെയുണ്ട്, ഗംഗൈകൊണ്ട ചോളപുരം. അപ്പോൾ ഇത്രയേറെ പാരമ്പര്യം തമിഴ്നാടിനുണ്ട്, തമിഴ് ഭാഷയ്ക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഷയും ഈ സംസ്കാരവും അവിടുത്തെ രാഷ്ട്രീയത്തിനെ ഇന്നും സ്വാധീനിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിനകത്തും കടന്നു ചെല്ലുമ്പോൾ അത് ഒരു ആയുധമാക്കി തന്നെ പ്രയോഗിക്കാൻ ഇന്നും കഴിയുന്നത് അതുകൊണ്ടാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിച്ചാലൊന്നും അവരെപ്പോഴും അവരുടെ ഭാഷയെ മുറുകെ പിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ കടകളിലൊക്കെ തമിഴിൽ മാത്രമേ എഴുതിയിടുകയുള്ളൂ പേരുകളൊക്കെ. നമുക്ക് ഇവിടെ കേരളത്തിലാണെങ്കിൽ മുഴുവൻ ഇംഗ്ലീഷിലായിരിക്കും. എല്ലാ തുണിക്കടകളും ഇംഗ്ലീഷിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ജുവലറികളും ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്നാൽ നമുക്ക് തമിഴ് അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ ആകെ പെട്ടുപോകും. അതുപോലെ ബസ്സിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒക്കെ. അതുപോലെ അവരിവിടെ വന്ന് കേരളത്തിൽ വന്ന് കടയിട്ടാലും അല്ലെങ്കിൽ ഹോട്ടൽ ഇട്ടാലും അവർ തമിഴിലേ സംസാരിക്കും, അവരൊരിക്കലും മലയാളം പറയില്ല. അതാണ് ഈ തമിഴ്നാട്ടുകാരുടെ അവരുടെ ഭാഷയോടുള്ള സ്നേഹം പ്രിയൻ സൂചിപ്പിച്ചത് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സിനിമകളുടെ പേര്, അവർ റോബോട്ട് എന്നൊരു പേരിടാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ എന്തിനെന്ന് പേരിട്ടത്. സ്വാഭാവികമായിട്ട് അവരുടെ ഒരു രീതി അതാ. അതെ, അത് പൊതുവേ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതാണ്. തമിഴ് സിനിമാ നടന്മാരാണെങ്കിലും അവർ എവിടെ ചെന്നാലും തമിഴിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്റ്റാറുകളൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തിലും ഇംഗ്ലീഷിൽ സംസാരിക്കും. പക്ഷേ തമിഴ്നാട്ടുകാർ കൂടുതലും അവർ തമിഴാണ് ഉപയോഗിക്കുന്നത്. നമ്മളെവിടെ പോയാലും അഡാപ്റ്റ് ചെയ്യും, ആ ഭാഷയിൽ സംസാരിക്കും. നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴ് സംസാരിക്കും. ഇവിടുത്തെ ഹിന്ദിക്കാരന്മാർ മലയാളം പഠിക്കാത്തത് നമ്മൾ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അതെ അതെ ശരിയാ, അതെ അത് ശരി. ഇവിടെ വന്നിട്ട് നമ്മൾ ഭാഷ അവർ പഠിക്കുന്നില്ല, അവരോട് നമ്മൾ ഹിന്ദിയിലാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള അമ്മച്ചിമാർക്ക് വരെ ഹിന്ദി അറിയാമല്ലോ. അറിയാം. അതെ അതെ. തേങ്ങയുടെ വിളിക്കുന്ന ഒരു ഫോൺ കോളിന്റെ വീഡിയോ ഉണ്ട്, അത് വളരെ വൈറലാണ്. ഏതായാലും തമിഴിൻ്റെ ആ ഒരു തമിഴ് ഭാഷയോടുള്ള സ്നേഹം അത് മോദി കൃത്യമായി മനസ്സിലാക്കി. അതാണ് ആ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം മോദി നടത്തുകയും അതിന് ഫലമുണ്ടാവുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും.